എവ്രി വൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീടിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളിയിലാണ് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ വരുന്നത്. അപ്പോൾ ഓടിട്ട നടുക്കത്തെ വീടാണ് എൻ്റെ വീട്. അതിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തുള്ള 2 വീടും ഇപ്പുറമുള്ള ഒരു വീടൊക്കെ എൻ്റെ ബ്രദേഴ്സിൻ്റെ വീടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീടും പറമ്പും പരിസരമൊക്കെ. ഇപ്പോൾ വളരെ പീസ്ഫുള്ളായൊരു സ്ഥലമാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അംഗൻവാടി ഉണ്ട്. ഇപ്പോൾ ഇതാണ് പള്ളിയും വരുന്നുണ്ട്. അപ്പോൾ ഐ ആം വെരി ഹാപ്പി. അപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ കൊച്ചു മുറിയും കൂടി കാണിക്കാം. എൻ്റെ കൊച്ചു വീട്ടിലെ കൊച്ചു മുറിയാണ്. അപ്പോൾ ഞാനിത് കുറച്ച് അധികം മാസം മുമ്പ് എടുത്തതാണ് ഈ വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ കുളിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. എൻ്റെ ഓർണമെൻറ്റ്സ് അല്ല, എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഞാൻ എടുത്ത് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് കുളിക്കാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ബെഡ് ഇങ്ങനെ നല്ല നീറ്റാക്കി നല്ല വൃത്തിയിലാണ് എപ്പോഴും ഇരിക്കുന്നതെന്ന്. സോ യഥാർത്ഥ ലുക്ക് ഇപ്പോഴാണ് കാണുന്നത്. ഇതാണ് എനിക്ക് രാവിലെ എണീച്ചപ്പാടുള്ള എൻ്റെ ബെഡിൻ്റെ ലുക്ക്. അപ്പോൾ ഞാൻ ബെഡ് നല്ലോണം കൊട്ടി മടക്കി ഒതുക്കിയിടാണ്. നീ തുള്ളിക്കാണിക്കല്ല പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ല പെണ്ണെ, ഏഴിലായിലേ നിൻ ചാരത്ത് വന്നു ഞാൻ നിൽക്കും, നിന്റെ മാറത്ത് താലി ഞാൻ ചാർത്തും, ആ കവളത്ത് മൊത്തം ഞാൻ നൽകും, ഏഴിലായിലേ. ബെഡൊക്കെ നല്ലോണം വിരിച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട് ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ടും ഈ വീഡിയോസ് ചെയ്യാൻ തന്നെ കാരണം ഞാനിത് കുറേ മുമ്പെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ വീട് അവിടെ ഇല്ല. സോ ഐ ആം വെരി സാഡ്. ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ വീട് പുതിയതായിട്ടെടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ